ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് പൊന്മുടി വരെ പോവാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിട്ട് കുറച്ച് ആളായി. അപ്പം ഞങ്ങൾ ഇന്ന് പൊന്മുടി വരെ പോകാൻ തുടങ്ങണം. അല്ലേ ചേട്ടാ? അതെ. ഓക്കെ. എന്താ ചേച്ചി ഉണ്ടായിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറ. ഇതെന്റെ ചേച്ചിയാണ്, ഇതെന്റെ ചേട്ടൻ. ഞങ്ങള് സഹോദരങ്ങൾ ആണ്. പറഞ്ഞു. നമ്മളിപ്പോ ഇങ്ങോട്ടാണ് പോകുന്നത്? പൊന്മുടി. അപ്പൊ നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മൾ പൊന്മുടിയിലോട്ടുള്ള യാത്രയിലായിരുന്നു. നമ്മളെ യാത്രയുടെ ഇടയ്ക്ക് വണ്ടി ഒന്ന് സൈഡാക്കി ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയതാണ്. പറയേച്ചി. ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പോൾ നമ്മൾ പൊന്മുടിയിലോട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിരിക്കുന്നു. എൻ്റെ കൂടെ ചേച്ചിയുണ്ട്. പറയേച്ചി, നമ്മളിപ്പോൾ എവിടെയാണ് എത്തി? ഓക്കെ, കല്ലാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ കൂടെ ചേട്ടൻ, ചേച്ചി എല്ലാവരും ഉണ്ട്. നമ്മൾ ഇനി പൊന്മുടിയിലോട്ട് കയറി പോവുകയാണ്. അതെ, നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ല നല്ല വളവുകളൊക്കെയാണ്. കാറൊക്കെ വരുന്നുണ്ട്, നോക്കിപ്പോയില്ലെങ്കിൽ മറിഞ്ഞടിച്ച് വീഴും. പിന്നെ മഴയായിട്ട് റോഡൊക്കെ തെറ്റി കിടക്കുകയാണ്. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ടയർ കുറവാണ്, തെറ്റി. അതെ, നമ്മൾ കയറി ഏകദേശം നമ്മൾ എൻട്രി പോയിന്റിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. പൊന്മുടി ടൂറിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറി വന്നിരിക്കുന്നു. ഓക്കെ, നമ്മളങ്ങനെ കയറിയിരിക്കുന്ന കയറി ഇങ്ങനെ പോവുകയാണ്. എൻട്രി പോയിന്റ് കഴിഞ്ഞു. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മേളിൽ ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ മേളിലോട്ട് പോവുകയാണ്. ബാക്കി നിങ്ങൾ കണ്ടുവരും. എന്ന് കയറാൻ പോകുന്നത് ഒരു മഴ മഞ്ഞ് എല്ലാം ഉണ്ടല്ലേ. ഇത് എത്രാമത്തെ വളം ചേച്ചി? ഇതിലേക്ക് ആവട്ടെ, കൊള്ളാം ഇല്ലേ സ്ഥലമൊക്കെ. ഞാൻ എന്തായാലും നിന്നെ നോർമലായിട്ട് ചേച്ചിന്ന് കളിക്കത്തില്ലേടി? ആ സൈഡിലൊക്കെ അതൊക്കെ എറി ചേച്ചി. അവിടെ പോയല്ലേ. ഹൈ ഗൈസ്, പൊന്മുടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഭയങ്കര കാടാണ്, ഭയങ്കര കാട്. അല്ലേ കളേസ? മഞ്ഞുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ മഞ്ഞ് വരും. തേയിലയല്ലേടി അത്? തേയിലയാണോ? പൊന്മുടി ഇവിടുന്ന് 7 കിലോമീറ്റർ ആണ്. ഒരു കാറുകാരൻ കിടന്ന ഫോൺ അടിക്കുന്നു. അത് പോട്ടെ. നമ്മൾ 16ാമത്തെ ഹെയർ പിന്നാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം 22 ഹെയർ പിന്നാണുള്ളത്. ഇവിടെ ഒരു ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട്, മാതാ ഫുഡ് സ്റ്റാൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ നമ്മളെ അങ്ങോട്ട് വിളിച്ച് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് മേളിൽ പോയി ചായ കുടിക്കാം. നമുക്ക് ഈ സ്വിഫ്റ്റുകാരനെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് കയറിയാൽ നമ്മൾ സൺഡേയിലേക്ക് അടച്ചിട്ടേക്ക്. നല്ലൊരു വളവാണ്. ഇപ്പം കുഴി പോയാൽ
ഇതാ തേയില മരം. ഇതല്ലേ പറഞ്ഞേ അത് മരം എന്ന മരം. ഇതാ PW റെസ്റ്റ് ഹൗസ് പൊന്മുടി. കണ്ടിട്ടുണ്ടോ? കഫേ ഒക്കെ ഉണ്ട് അവിടെ. നമുക്കിനി ഈ വളവൊക്കെ തിരിഞ്ഞ് കയറി ഉള്ളിൽ ചെല്ലണം. കുറേ റൈഡറുകൾക്ക് റൈഡേഴ്സ്മാർ എല്ലാവരും വരുന്നുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് വളരെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ എത്തേണ്ടി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലേ, നമുക്ക് ചോദിക്കണ്ട. അധികം സംസാരിച്ച് കുളമാക്കാൻ പറ്റില്ല. അതെന്തിനെ? ഓ പാട്ട് അവർക്കൊക്കെ പറ്റും. ഞാൻ ഒന്നും പാടിയല്ല. അതൊക്കെ പാടുന്നതൊക്കെ ഡിറ്റക്ട് ചെയ്യടി. അതാണ് നമ്മുടെ റൈഡർമാർ. അതാ മുഖം കാണാതെ എങ്ങനെ നിങ്ങൾ പറയുന്നേ മന്ദബുദ്ധി. ബാക്ക് വെച്ചെന്തു അതൊക്കെ നോക്കല്ലേ, കുറച്ചു നേരം പോട്ടെങ്ങനെ. എന്നിട്ട് വെള്ളം തെറിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് അതൊന്ന് കാണിച്ചു കൊടുത്തേ. ലെഫ്റ്റ് സൈഡിൽ വെള്ളമല്ലേ, മഞ്ഞൊക്കെ ആയി. അതെ, അല്ലാണ്ട് അവർ നിർത്തിയിട്ട് നമുക്ക് ചോദിച്ചു നോക്കിയത്. അത് ചോദിച്ചു നോക്കി, ക്യാമറ ഒന്ന് കാണിച്ചിട്ട് ചോദിച്ചു നോക്കി. അറിയത്തില്ല ചോദിച്ചു മല്ലോന്ന് ഹലോ ബ്രോ, കോൺഫിഡൻസ് അല്ലേ? എങ്ങനെ പോണ്ട റിയാക്ഷനൊക്കെ? വധഭീഷണിയൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. ജാടയാണോ? ബ്രോ രണ്ടുപേർക്കും ഭയങ്കര ജാടയാണോ കേട്ടോ? മല്ലോൺ മീൽസ് ഹായ് ബ്രോ, വീഡിയോസ് ഒക്കെ കാണാം. ഡോക്ടർ മാങ്ങ എന്ത് മരമാണെന്ന് അറിയുന്നത്? മരമല്ലല്ലോ, ചെടിയല്ലേ. വട്ടത്തരം പറയാതെ ഉണ്ടായി. എന്തോ ഒരു കുരു ഉണ്ടായി. കായ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനി നാളെ ഫുള്ള് കോടയാണ്. ഭയങ്കര തണുപ്പ്, നല്ല രസമുണ്ട് അതല്ലേ. ആൽക്കഹോളൊക്കെ എന്നാലും ഗായ്സ്, ഇത് വേറെ ഒരു വഴിയാണ്. നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വന്ന് കയറി ഇന്ന നല്ലൊരു അടിപൊളിയൊരു കിടില ഒരു വ്യൂ ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ പാതിയൊക്കെ പേര് നേരെ പോകുന്നുണ്ട്, അവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കും അറിയത്തില്ലായിരുന്നു. നമ്മൾ പിന്നെ ഇപ്പോൾ കണ്ടുപിടിച്ചൊരു വഴിയാണ്. നല്ലൊരിതാണ്. ഇതാണ് സ്ഥലം. ഇതാകുമ്പോൾ നമ്മുടെ മൂന്നാറൊക്കെ പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. അതാണ് നല്ലതാണ്. അവിടെ കോടയൊക്കെ പോകുന്നതാണെങ്കിലും നല്ല പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലേ. അയ്യോ, അവര് കേട്ടോ എന്തോ. അതെ, ഒരു പടി ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ പടിയൊന്നും ഇല്ല. നമ്മൾ പിന്നെ തിരിച്ച് നമ്മുടെ യാത്ര തുടരുന്നു. നേരെ പൊന്മുടിയുടെ ടോപ്പിലേക്ക് പോവുകയാണ്. ഇതാണ് വെള്ളച്ചാട്ടം, അല്ലാതെ എന്തോ ചാലെങ്ങാണ്ട് രണ്ടുപേര് നല്ലപോലെ. നമുക്ക് ഇനി മേലോട്ട് കയറി പോവാം. നമ്മൾ പോവുകയാണ്. അയ്യോ 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 അയ്യോ. അതെ, കൊള്ളാം, വഴിയൊക്കെ കൊള്ളാം. നല്ല ഒരു പീസായിട്ടുള്ള ബ്ലോക്കാണ് ഗൈസ്. നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു.
നമുക്ക് കയറി പോയാലോ? കയറി പോവാം. അതെ, കയറി പോയാൽ പോലെ പെട്ടെന്ന് ചെല്ലും പോകണ്ടേ. കോടാമഞ്ഞ് കയറി പോട്ടെ, കയറി പോട്ടെ. വൈകാരല്ല പാസ് കാണിക്കണോ? അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് നേരെ പൊന്മുടിയിലോട്ട് കയറാൻ പോവുകയാണ്. ഒരാൾക്ക് 50 രൂപയാണ്. ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞു തരും. പറഞ്ഞു തരീ. 4 പേർക്ക് വണ്ടിക്കോ? എടേ പോടേ, അത് ബില്ല് വായിച്ചു നോക്കടി നീ. ആര് പറഞ്ഞു വണ്ടിക്കില്ലേ? നീ ഒരുമാതിരി തൊട്ട് സോടെ. ആ ആ ആ കണ്ടോ, ഇതാ ഒരു ഡോക്ടർ. അവർക്ക് അറിയത്തില്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല ഡോക്ടർ. സോറി ഗൈസ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. ഓ അടിപൊളിയോ. സോറി ഗൈസ്, അപ്പോൾ ഒരാൾക്ക് 50 അല്ല, ഒരാൾക്ക് 40. വണ്ടിക്ക് ബൈക്ക് 2 വീലർ 20. ഞാൻ പറ്റി ഫോട്ടോ എടുത്തേ. ആ കൊള്ളാം. വീഡിയോ ഓഫാക്കല്ലേ? അടിപൊളി. ആരാണോ? ആ അടിപൊളി അല്ലേ? ഇത് വീഡിയോയില് കിട്ടുന്നുണ്ടോ അവിടെ? ഇല്ല. വേണ്ട വേണ്ട വേണ്ട, ആൾക്കാർ കാണേണ്ട സാധനം. ഈ നല്ല എന്താ ഗൈസ്? അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗേറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാസ്സൊക്കെ കാണിച്ച് നമുക്ക് മേളിൽ നിന്നാണ് പാസ് കിട്ടിയത്. അപ്പോൾ അത് ഒരാൾക്ക് 50 വെച്ച് അത് കണക്ക് ഇവിടെ തെറ്റി. ഓക്കെ, രണ്ടും മണ്ടന്മാരാണ്. അപ്പം ഇപ്പം ഇവിടുത്തെ ഈ കോട കണ്ടോ, നല്ല ഈ മഞ്ഞും കോടയും. നമ്മൾ ഇത്രയും നനഞ്ഞു വന്നിട്ട് നമുക്കൊരു എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പറ. ഇത്രയും നനഞ്ഞു വന്നിട്ട് നമുക്ക് നല്ല മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. താഴെ നമ്മുടെ റൈഡർ. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോകാം. അയ്യോ, റോഡ് കാണാൻ പറ്റുന്നുണ്ടോ? ആ റോഡ് കാണാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ റോഡ് കാണാൻ ഇച്ചിരി പാടാണ്. അതിന് കൊള്ളാം, അടിപൊളി. ആഹാ, ഇതെന്ത് ആകാശമാണ്.
അങ്ങനെ നമ്മൾ ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാർക്കിങ്ങിലാണ്. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മഞ്ഞാണ്, ഒന്നും അത് ദൂരമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്, ഫാമിലീസും കുട്ടികളും കൊച്ചു പിള്ളേരും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ വ്ലോഗിൻ്റെ ഏകദേശം ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് പറയുള്ളത്? നടന്ന് കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ നടന്ന് കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി കാണാം. ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മൾ പൊന്മുടിയിൽ ഇങ്ങനെ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഹിൽ സ്റ്റേഷൻ്റെ. എൻ്റെ കൂടെ ചേച്ചി അതേതോ നമ്മുടെ ഒക്കെ ഇങ്ങനെ നമ്മൾ നടന്ന് പോവുക. ഇവിടേക്ക് ഇപ്പോൾ കാറൊക്കെ കൊണ്ടിട്ട് പാർക്കിംഗ് ഇപ്പോൾ ഈ വണ്ടി നമ്മളെ ഇടിച്ചേനെ രക്ഷപ്പെട്ടി. നിങ്ങൾ ഈ കാണുന്നുണ്ടോ? നിങ്ങൾക്കിത് ക്ലിയർ ആവുമോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. കേട്ടില്ലെങ്കിൽ ഞാൻ വോയിസ് കാര്യത്തിലും പറയാതെ. മൈക്ക് ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തില്ല. പൊന്മുടി വണ്ടി 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 മുട്ടു. വീഡിയോ കാണാൻ പോകാനായിരുന്നു. അങ്ങനെ ഇനി നമുക്കൊരു ചായ കുടിക്കാൻ ഹായ് ഗൈസ്, ഇതൊക്കെയാണല്ലേ സ്വർഗം. അപ്പം നല്ലൊരു വൈബും നല്ല അടിപൊളി ക്ലൈമറ്റുമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഇത് പിന്നെ ഒരു ഗൈസ്, ഇത് ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ആദ്യത്തെ വ്ളോഗാണ്. ഇനി ഇതേപോലെ വ്ളോഗുകൾ വരും. കൈലാസാണ് എൻ്റെ ചേച്ചി കേട്ടത്. ആതിര കാളിദാസ് പറയുടെ എൻ്റെ പേര് കാളിദാസ്. ഓക്കെ, അപ്പം ബൈ.